ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അനിയത്തിയുടെ മോളുടെ പേരിടലാണ് അല്ലേ, 90. അപ്പൊ ഞങ്ങള് ഹാളിൽ വെച്ചിട്ടാണ്. പള്ളി ഇവിടെ ഈ ഒരു പള്ളി ഹാളിൽ വെച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങോട്ട് പോകാൻ നിൽക്കാണ്. അവിടെ ഒരു 11 മണിക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യാം. 11 മണി ആവാറായി. അപ്പൊ നമ്മളങ്ങോട്ട് പോകാൻ നിൽക്കാണ്. എല്ലാവരും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു ദിവസം ആശ കുറച്ച് എന്നോട് കുറച്ച് ഹൈറ്റ് കൂടി ഉണ്ട്. വേറെ ഒന്നുമല്ല, നല്ല ഹീലുള്ള ചെരുപ്പ് ഇട്ടിക്കാനുണ്ടോ. അപ്പൊ ഒത്തിരി ഹൈറ്റ് കൂടി ഉണ്ട്. ഉയരം തന്നെ കൂടിയൊന്നല്ല, ചെരുപ്പിന്റെ ആണത്. അപ്പൊ ഇതാണ് സാരി. ഉണ്ണേട്ടന് ഞാൻ നീല. ഇത് പുതിയത്, ഇത് പഴയത്. അങ്ങനെ അപ്പൊ സാരി നന്നായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലേ കേട്ടാ. അപ്പൊ കുട്ടികളൊക്കെ എന്താ റെഡി ആയിട്ട് പുറത്തിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞങ്ങള് നേരെ പോവാൻ നിൽക്കണം, ഹാളിലേക്ക് പോവാം. വിയ്യൂര് പള്ളി ഹാളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫംഗ്ഷൻ. അപ്പോൾ ഞങ്ങളവിടെ എത്തുമ്പോഴത്തേനും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 11 മണിയൊക്കെ ആയിട്ടോ ഞങ്ങളവിടെ എത്തിയപ്പോൾ. പിന്നെ ഇപ്പോൾ ചടങ്ങ് തുടങ്ങാൻ നിൽക്കുകയാണ്, ഉണ്ണിയുടെ പേരിടൽ. അപ്പോൾ ഈ സൈഡിലേക്ക് എന്താണ് ഇങ്ങനെ പായിട്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്ക് നോക്കിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനത്തെ നല്ല ചടങ്ങുകളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ വശത്താണ് കിഴക്ക് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, സ്റ്റേജിൻ്റെ ഈ വശത്തേക്കായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്നു. അപ്പോൾ ഉണ്ണി ഇതേപ്പോൾ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത്ര നേരം ഉറക്കമായിരുന്നു. അപ്പോൾ കുഞ്ഞു മുണ്ടൊക്കെ കൊടുത്ത് നല്ല എന്താ പറയുക, അത്ര നേരം കരച്ചിലൊന്നും ഇല്ല കേട്ടാ. അപ്പോൾ പേരിടൽ ചടങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ഉണ്ണിയേട്ടൻ്റെ നേരെ താഴെയുള്ള അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡുമാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ പേര് ഷീജ എന്നും ചേട്ടൻ്റെ പേര് സുമേഷ് എന്നുമാണ്. അപ്പോൾ ഉണ്ണിക്ക് പേരിട്ടിരിക്കുന്നത് മാനസ എന്നാണ്. ഉണ്ണിയേട്ടൻ്റെ അനിയത്തിമാരാണെങ്കിലും എന്നെക്കാട്ടിലും കുറച്ച് മൂത്തതായതുകൊണ്ട് ഞാൻ ചേച്ചി തന്നെയാണ് കേട്ടോ രണ്ടുപേരെയും വിളിക്കാറ്. അവർ എന്നെ ഏടത്തിയമ്മയെന്നും വിളിക്കും. അങ്ങനെ ഉണ്ണിയുടെ അച്ഛനും അമ്മയും അച്ഛമ്മയും അമ്മമ്മയും അച്ചാച്ചനും ഒക്കെ പേര് ചൊല്ലി വിളിച്ചു കേട്ടോ. ഉണ്ണി ഇപ്പോൾ മുഖത്തൊക്കെ നോക്കി ഇങ്ങനെ ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നും മിക്കവാറും ദിവസങ്ങളിൽ അവിടെ ചേച്ചിയുടെ അവിടേക്ക് പോവാറുണ്ട്. പോയിട്ട് ഇങ്ങനെ ചിരിച്ച് കൊഞ്ചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മുഖത്ത് നോക്കി വർത്താനം പറയും കേട്ടോ. ഇങ്ങനെ എന്നൊക്കെ പറയും, നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ പോവാറുണ്ട് കേട്ടോ ഉണ്ണീനെ കാണാൻ. ഉണ്ണി പിന്നെ വലിയ കരച്ചിലും ബഹളമൊന്നും ഇല്ലാതെ ഇങ്ങനെ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ കരച്ചിലൊന്നും ഇല്ല. പിന്നെ സുഖമായിട്ട് കുഞ്ഞു മുണ്ടൊക്കെയാണല്ലോ കൊടുത്തിരിക്കുന്നത്. ആള് ചിരിച്ച് കളിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഡ്രസ്സൊന്ന് മാറ്റിയപ്പോഴാണ് ആൾക്ക് കരച്ചിലായത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ സ്മൂത്തായിട്ടുള്ള മെറ്റീരിയലുള്ള ബനിയൻ്റെ ഒക്കെ മെറ്റീരിയലുള്ള ഡ്രസ്സുകളാണല്ലോ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് അതൊന്നും മാറ്റിയിട്ട് ചോറൂണിൻ്റെ ഡ്രസ്സൊന്നും പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വലിയ ഫ്ലവറൊക്കെ ആയിട്ടുള്ള ഉടുപ്പ്. അതിട്ടപ്പോൾ ആൾക്ക് ആകെ വിഷമായി, ആകെ കരച്ചിലായി, ആകെ സങ്കടമായി. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ആ ഉടുപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഉണ്ണിയണ്ണൊക്കെ നല്ലോണം തിരക്കിൽ പെട്ടുപോയിട്ടോ, ഓരോ കാര്യങ്ങളായിട്ടേ. പിന്നെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചു. സദ്യ ആയിരുന്നു കേട്ടോ. തിരക്കിൽ പെട്ടതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഉണ്ണിയുടെ 90ൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇനി വീഡിയോ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, ബൈ.